ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റബ്ബർ ബാൻഡ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് കുഞ്ഞു കുഞ്ഞു ടിപ്സുകളുണ്ട് കേട്ടോ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ റബ്ബർ ബാൻഡ് നിസ്സാരനായി കാണണ്ട. ഈ ഒരു റബ്ബർ ബാൻഡ് നമ്മുടെ കയ്യിൽ ഒരു പാക്കറ്റ് ഉണ്ടെങ്കിൽ ഒരുപാട് ചെറിയ ചെറിയ ടിപ്പുകളുണ്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതിലേറ്റവും സിമ്പിളായിട്ടുള്ള ടിപ്പുകളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക. പിന്നെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇത് ഫസ്റ്റ് ടിപ്പ് തന്നെ ഞാൻ കാണിക്കുന്നത്, കുറേയേറെ റബ്ബർ ബാൻഡൊക്കെ ഇതേപോലെ നമ്മൾ വാങ്ങിച്ചു വെക്കുന്നവരാണെങ്കിൽ കുറേ കഴിയുമ്പം ആ ഒരു റബ്ബർ ബാൻഡിൽ ഒരു ഒട്ടൽ വരുമല്ലോ, ഒന്നായിട്ട് ഇങ്ങനെ പറ്റി പിടിച്ചു പോകും. അപ്പോൾ നമുക്ക് ആ ഒരു പറ്റിപ്പിടുത്തം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ കുറച്ച് പൗഡർ ഇതേപോലെ ഒന്ന് കൊട്ടി കൊടുക്കട്ടോ. കുറച്ച് പൗഡർ ഇതേപോലെ കൊട്ടി കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ആവാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് കുലുക്കി കൊടുക്കാം. ഇതേ രീതിയിൽ നമ്മൾ അടച്ചു വെക്കുന്ന സമയത്ത് ഒരുപാട് കാലം നമുക്ക് ഈ ഒരു റബ്ബർ ബാൻഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഒട്ടിപ്പിടിക്കില്ല, അതുപോലെ തന്നെ കട്ട കെട്ടില്ല. നമ്മൾ എടുക്കുന്ന സമയത്ത് ഒന്നൊന്നിനോട് തൊടാതെ നല്ല രീതിയിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. ആദ്യം തന്നെ ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരുപാട് കാലം ഈ ഒരു റബ്ബർ ബാൻഡ് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് റബ്ബർ ബാൻഡ് വെച്ചിട്ടുള്ള അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മളായാലും അതേപോലെ കുഞ്ഞുങ്ങളായാലൊക്കെ മേശമേൽ ഇരുന്നിട്ട് ഇങ്ങനെ പഠിക്കുന്നവരാണെങ്കിൽ നമുക്ക് ഫോൺ വെക്കാൻ ഒരു സ്റ്റാൻഡ് ആയിട്ട് നമുക്കത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഒരു വെള്ളക്കുപ്പിയിൽ ഞാൻ നിറയെ വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു ഫോൺ ഇതേപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് രണ്ടറ്റത്തും ഇതേപോലെ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് കെട്ടി കൊടുക്കാം കേട്ടോ. ഇതേപോലെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു ഫോൺ സ്റ്റാൻഡായിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഏത് പൊസിഷനിലാണോ നിങ്ങൾക്ക് ഫോൺ വെക്കേണ്ടത്, കുത്തനെ വെക്കണമെങ്കിൽ അങ്ങനെയും വെക്കാം, അതുപോലെ ചരിച്ച് വെക്കണമെങ്കിൽ അങ്ങനെയും വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ടച്ച് ഇതേപോലെ നമുക്ക് പെട്ടെന്ന് തൊട്ടെടുത്താൽ ടച്ചൊക്കെ വർക്കാവൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ വെക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഫോൺ സ്റ്റാൻഡായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. കുട്ടികളൊക്കെ ടേബിളിലൊക്കെ ഇരുന്ന് പഠിക്കുന്നവരാണെങ്കിൽ ഇതേ രീതിയിലൊന്ന് വെച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. അത് റബ്ബർ ബാൻഡ് ഇങ്ങനെ ഇട്ടെടുത്താൽ മതി, വീണ് പോവും എന്നുള്ള ആ ഒരു പേടിയൊന്നും വേണ്ട കേട്ടോ. അതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് റബ്ബർ ബാൻഡ് വെച്ചിട്ടുള്ള അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പം നമ്മൾ കിച്ചണിൽ പാചകമൊക്കെ ചെയ്യുന്ന സമയത്ത് ഫോണിൽ നോക്കിയിട്ടൊക്കെ പാചകം ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നമ്മൾ കൗണ്ടർ ടോപ്പിലൊക്കെ ഇങ്ങനെ ഫോൺ ചരിച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് തെന്നി വീഴുമല്ലോ. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്ക്രീനൊക്കെ അടിച്ച് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കിച്ചൺ കൗണ്ടർ ടോപ്പിൽ ഇതേപോലെ ഫോൺ വെക്കുന്ന സമയത്ത് ഒരു റബ്ബർ ബാൻഡ് ഇതേപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. താഴത്ത് അടിവശത്ത് ഇതേപോലെ റബ്ബർ ബാൻഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഫോൺ വെക്കണമെങ്കിൽ ഒരിക്കലും ആ ഫോൺ തെന്നി വീഴില്ല. ഈ ഒരു റബ്ബർ ബാൻഡിൻ്റെ മുകളിൽ ഇങ്ങനെ ഫോൺ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ വെക്കുന്ന സമയത്ത് ഈ ഒരു റബ്ബർ ബാൻഡിൻ്റെ ഈ ഒരു ഒട്ടൽ കൊണ്ടിട്ട് ഫോൺ ഒരിക്കലും തെന്നി വീഴാൻ ചാൻസ് ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലും ഒന്ന് ചെയ്ത് നോക്കണേ. അടുത്ത ടിപ്പിനായിട്ട് ഞാൻ ഒരുപാട് ഷോളുകളാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കബോർഡിലും അതേപോലെ അൽമാരിയിലൊക്കെ ഇതേപോലെ ഷോളുകളും ഡ്രസ്സുകളൊക്കെ മടക്കി വെക്കുന്ന സമയത്ത് ഒരുപാട് സ്ഥലം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കാം കേട്ടോ. ഇതേപോലെ ഷോളുകളൊക്കെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കൊരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഷോള് ചുളിയൂല്ല. പിന്നെ കുറഞ്ഞ സ്പേസിൽ നമുക്ക് കുറേയേറെ ഡ്രസ്സുകളൊക്കെ ഇതേപോലെ മടക്കി വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഷോളുകളാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പം ഇനിയിപ്പോൾ ഷോളുകൾ മാത്രമല്ല കേട്ടോ, പാൻറ്റുകളും ടോപ്പുകളും എല്ലാം നമുക്ക് ഇതേ രീതിയിൽ മടക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറഞ്ഞ സ്പേസിൽ ഒരുപാട് ഡ്രസ്സുകൾ വെക്കാനായിട്ട് പറ്റും ചെയ്യും. അതുമാത്രമല്ല നമുക്കിങ്ങനെ ഡ്രസ്സ് തിരഞ്ഞ് നടക്കുന്നിട്ട് സമയം കളയേണ്ട ആവശ്യമില്ല. ഇതേപോലെ നമ്മൾ റോൾ ചെയ്തിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഡ്രസ്സ് ചുളിയാതെ തന്നെ ഷോള് നമുക്ക് തിരയും വേണ്ട, നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇതേ രീതിയിൽ വെക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലും ഒന്ന് ചെയ്ത് നോക്കാം. കബോർഡിലായാലും അൽമാരയിലായാലും ഒക്കെ കുറഞ്ഞ സ്പേസിൽ കുറേ വെക്കാനായിട്ട് പറ്റും കേട്ടോ. അതുപോലെ തന്നെ അടുത്ത ടിപ്പിനായിട്ട് ഞാനൊരു പഴയ ഷോളാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഷോളിൻ്റെ ഇത് ഇങ്ങനെ റബ്ബർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓരോ കുറച്ച് സ്പേസ് ഇടവിട്ടിട്ട് ഇതേപോലെ റബ്ബർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഓരോ സ്പേസിൻ്റെ ഉള്ളിലും ഇതേപോലെ നമുക്ക് ഷോൾ ഇതേപോലെ മടക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഷോൾ ചുളിയാതെ വേഗത്തിൽ തന്നെ എടുക്കാനായിട്ട് പറ്റും. ഓരോ ഡ്രസ്സിന് മാച്ചായ ഷോൾ നമുക്ക് ഇതേ രീതിയിൽ തിരഞ്ഞ് നടക്കൊന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ അതിങ്ങനെ എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു സ്പേസിൽ ഞാൻ ഒറ്റ ഷോളേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് ഡ്രസ്സ്, ഒരു 2-3 ഡ്രസ്സൊക്കെ ഇതിൽ വെക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതാ കബോർഡിൽ അൽമാരിയിലൊക്കെ സ്ഥലമില്ലാത്തവർ കുത്തി നിറച്ച് ഡ്രസ്സ് വെക്കേണ്ട ആവശ്യമില്ല.
ഇതേ രീതിയിലൊന്ന് ഹാങ്ങറിൽ ഇങ്ങനെ കൊളുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഡ്രസ്സ് ഇതേപോലെ നമുക്ക് അയൺ ചെയ്തിട്ട് ഇങ്ങനെ തൂക്കിയിട്ട് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ കുറഞ്ഞ സ്പേസിൽ ഒരുപാട് ഡ്രസ്സ് നമുക്ക് കൊള്ളിച്ചെടുക്കാനായിട്ട് പറ്റും ഇതേ രീതിയിൽ വെക്കുന്ന സമയത്ത്. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. പഴയ ഷോളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഡ്രസ്സ് നമുക്ക് ഇതേ രീതിയിൽ വെക്കാനായിട്ട് പറ്റും കേട്ടോ. തിക്കി തെരച്ച് വെക്കും വേണ്ട, ചുക്കി ചുളിയുമില്ല, നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു ഡ്രസ്സ് അയൺ ചെയ്തിട്ട് ഇതേപോലെ വെക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലും ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് റബ്ബർ ബാൻഡ് വെച്ചിട്ടുള്ള അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അടുത്ത ടിപ്പിനായിട്ട് ഇതാ നമ്മുടെ വീട്ടിലിങ്ങനെ ഹാൻഡ് വാഷൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടാവുമ്പം അവരിങ്ങനെ വെറുതെ ഹാൻഡ് വാഷ് ഇങ്ങനെ ഞെക്കി ഒരുപാട് ഹാൻഡ് വാഷ് പുറത്തോട്ടേക്ക് വന്നിട്ട് വേസ്റ്റായി പോവും. അപ്പോൾ നമുക്ക് ഈ ഒരു ഹാൻഡ് വാഷിൻ്റെ ഈ ഒരു ബോട്ടിലിൻ്റെ നെക്ക് ഭാഗത്ത് ഇതേപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കട്ടോ. അങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ കുട്ടികളൊക്കെ ഞെക്കുന്ന സമയത്ത് ഒരുപാടൊന്നും വരില്ല കേട്ടോ, കുറച്ച് മാത്രമേ ഹാൻഡ് വാഷ് വരുള്ളൂ. ഇതേപോലെ ഒന്ന് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് റബ്ബർ ബാൻഡ് വെച്ചിട്ടുള്ള അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ കിച്ചണിൽ മുളക്, മല്ലി, കടുക്, പഞ്ചസാരൊക്കെ ഇട്ട് വെക്കുന്ന ഈ ഒരു പാത്രത്തിൻ്റെ അടപ്പ് ചില സമയത്ത് ലൂസായി പോവും. അങ്ങനെ ലൂസായി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കട്ടോ. ഈ ഒരു പാത്രത്തിൻ്റെ ഈ ഒരു നെക്ക് ഭാഗത്ത് ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ഈ ഒരു ലൈനിൽ നമ്മൾ ഇതേപോലെ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് നമ്മൾ ഇതിൻ്റെ ലിഡൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഈ ഒരു ലിഡ് ടൈറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. എത്ര ലൂസുള്ള ലിഡായാലും നമുക്ക് നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ടൈറ്റ് ആവുന്നില്ല, വീണ്ടും ലൂസ് തന്നെയാണ് എന്നുണ്ടെങ്കിൽ ഒരു റബ്ബർ ബാൻഡും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ രണ്ടെണ്ണം ഇടുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ഈ ഒരു ലിഡ് ടൈറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലും ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി ഞാൻ അടുത്ത ടിപ്പ് കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ ക്യൂടെക്സ് അതേപോലെ ഐലിനിയറൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ ഒരു അടപ്പ് നമുക്ക് തുറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചില സമയത്ത് നമ്മുടെ കൈ ഇങ്ങനെ വഴുതിപ്പോവും, ഒരു ഗ്രിപ്പ് കിട്ടാത്ത പോലെ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഈ ഒരു അടപ്പിൻ്റെ മുകളിൽ ഇതേപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കട്ടോ. ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കൈ വഴുതി പോവാതെ നല്ലൊരു ഗ്രിപ്പ് ഇട്ടാനായിട്ട് പറ്റും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഓയിൽ ബോട്ടിലും അതേപോലെ വെളിച്ചെണ്ണൻ്റെ ബോട്ടിലിൻ്റെ മുകളിലൊക്കെ ഇതേപോലെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ പിടിക്കുന്ന സമയത്ത് ഗ്രിപ്പ് കിട്ടാനായിട്ട് പറ്റും, ഒരിക്കലും വഴുതി പോവില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലും ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി റബ്ബർ ബാൻഡ് വെച്ചിട്ടുള്ള അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു അടപ്പിലേക്ക് ഇതാ കുറച്ച് റബ്ബർ ബാൻഡ് ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇതേപോലെ സോപ്പ് വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ പാത്രം കഴുകുന്ന സോപ്പൊക്കെ ഇതേപോലെ ഈ ഒരു റബ്ബർ ബാൻഡിൻ്റെ മുകളിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സോപ്പ് വെള്ളം ആവില്ല, വെള്ളത്തിൽ കിടന്നിട്ട് ഇങ്ങനെ അലിഞ്ഞു പോവില്ല. നല്ല രീതിയിൽ ഈ ഒരു സോപ്പ് നമുക്ക് കുറേ കാലം ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതേപോലെ വെക്കുന്ന സമയത്ത് അപ്പോൾ നമ്മൾ എന്തെങ്കിലും പാത്രത്തിലൊക്കെ വെക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു പാത്രം കഴുകുന്ന സമയത്ത് ഇതിൽ വെള്ളമൊക്കെ വീണിട്ട് ഒരുപാട് സോപ്പ് നമുക്ക് വേസ്റ്റായി പോവും. അപ്പോൾ ഇതേ രീതിയിൽ വെച്ച് കൊടുക്കുക കേട്ടോ. വെള്ളത്തിൻ്റെ ആ ഒരു നനവ് ഒട്ടും ഉണ്ടാവില്ല, വെള്ളം സോപ്പ് പെട്ടെന്ന് തന്നെ അലിഞ്ഞു പോവില്ല കേട്ടോ, വെള്ളത്തിൻ്റെ നനവൊന്നും തട്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ റബ്ബർ ബാൻഡ് വെച്ചിട്ടുള്ള അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ ഇതേപോലെ പാക്കറ്റിലേക്ക് മസാല പൗഡറുകളും അതേപോലെ എങ്ങനെ മാഗി ഒക്കെ എങ്ങനെ വാങ്ങുന്ന സമയത്ത് നമ്മൾ പാക്കറ്റ് പൊട്ടിച്ച് കഴിഞ്ഞ് നമ്മൾ എടുത്തിട്ട് ബാക്കി വരുന്ന ആ ഒരു പാക്കറ്റ് ഉണ്ടല്ലോ, ഈ ഒരു പാക്കറ്റ് നമ്മൾ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ല ടൈറ്റായിട്ട് തന്നെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ നമുക്കിതിലേക്ക് എയറൊന്നും കടക്കില്ല, ഈ ഒരു പാക്കറ്റിലുള്ള പൊടി ചീത്തയാവില്ല, കട്ട കെട്ടില്ല, അതേപോലെ പ്രാണികളൊന്നും വരില്ല കേട്ടോ. നമുക്ക് എപ്പോൾ എടുക്കുന്ന സമയത്തും ആ ഒരു ഫ്രഷ് ആയിട്ടുള്ള പൊടി നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലും ഒന്ന് ചെയ്ത് നോക്കുക. ഓരോ പാക്കറ്റിലും ഇതേപോലെ ചുരുട്ടിയിട്ടൊന്ന് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ നിന്നോളും. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒരു കണ്ടെയ്നറിലൊക്കെ ആക്കിയിട്ട് വെക്കുന്ന സമയത്ത് ഒരിക്കലും ഈ ഒരു പാക്കറ്റിലുള്ള പൊടിയിൽ എയർ പോലും കടക്കില്ല. നല്ല രീതിയിൽ തന്നെ പൊടി നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നോളൂ കേട്ടോ നമ്മൾ എപ്പോൾ എടുക്കുന്ന സമയത്തും. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലും ഒന്ന് ചെയ്ത് നോക്കുക. മസാല പൗഡറുകളും അതേപോലെ ചായപ്പൊടി, കാപ്പിപ്പൊടി, മാഗിയൊക്കെ ഇങ്ങനെ പാക്കറ്റിൽ വരുന്നതാണല്ലോ. അപ്പോൾ ഇതേ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാലം ഫ്രഷ് ആയിട്ടുള്ള പൊടികളൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി നമുക്ക് റബ്ബർ ബാൻഡ് വെച്ചിട്ടുള്ള അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാൻ 2 ഫോർക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു 2 ഫോർക്കും നമുക്ക് ഇതേപോലെ ഒന്ന് തല തിരിച്ചിട്ട് ഇങ്ങനെ പിടിച്ചു കൊടുക്കാം.
എന്നിട്ട് ഈ ഒരു ഒറ്റ ഭാഗത്ത് നമുക്കൊരു 2-3 റബ്ബർ ബാൻഡ് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല ടൈറ്റായിട്ട് തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതേപോലെ ഒരു 2-3 റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല ടൈറ്റായിട്ട് തന്നെ ഇരുന്നോളും. പിന്നെ നമുക്ക് ഇത് നമ്മൾ ചപ്പാത്തി മറിച്ചിടാനും അതേപോലെ നമ്മൾ എന്തെങ്കിലും ഉപ്പിലൊക്കെ ഇട്ടത് എടുക്കുന്ന ആ ഒരു പ്ലക്കറില്ലേ, ആ ഒരു പ്ലക്കറായിട്ട് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. നമ്മൾ എണ്ണയിൽ എന്തെങ്കിലും ഫ്രൈ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിങ്ങനെ മറിച്ചിടാനും അതേപോലെ ഉപ്പിലൊക്കെ ഇട്ടത് എടുക്കാനുള്ള ഫോർക്കായിട്ടും ഒക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ, എന്നാലേ നമുക്കിത് യൂസ്ഫുള്ളായിട്ട് തോന്നുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നല്ലൊരു എന്താ പറയുക പ്ലക്കറായിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലും ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് റബ്ബർ ബാൻഡ് വെച്ചിട്ടുള്ള അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പിനായിട്ട് ഞാനൊരു പാത്രമായിട്ട് എടുത്തിട്ടുള്ളത്, ഒരു കണ്ടെയ്നർ. അപ്പോൾ ഈ ഒരു പാത്രത്തിന് ഇതേപോലെ 2 റബ്ബർ ബാൻഡ് ഇങ്ങനെ തലങ്ങും വിലങ്ങും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കിച്ചൺ കൗണ്ടർ ടോപ്പിൽ ഒരു മൂലയ്ക്ക് ഒരു സൈഡിൽ ഇതേപോലെ വെക്കുകയാണെങ്കിൽ നമുക്കിതിൽ കത്തിയും അതേപോലെ സ്പൂണും എല്ലാം നമുക്ക് ഈ ഒരു കള്ളിയിൽ ഇങ്ങനെ ഇട്ടെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുത്തി കൂടാതെ നമുക്കിത് പെട്ടെന്ന് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ 4 കള്ളിയാണ് ഇവിടെ ഇതിനുള്ളത്. ഈ ഒരു 4 കള്ളിയിലും നമുക്ക് ഒന്നിൽ ഫോർക്ക്, ഒന്നിൽ സ്പൂണ്, ഒന്നിൽ കത്തി, ബ്രഷൊക്കെ ഇതേപോലെ ഇട്ടെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുത്തി കൂടി നിൽക്കില്ല. നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് പെട്ടെന്ന് ഇങ്ങനെ ഇതിൽ നിന്നും എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതേ രീതിയിലും ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാനിങ്ങനെ ഇട്ട് വെക്കുന്ന സമയത്ത് എനിക്ക് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ അതും കൂടാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇതേ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്ന് കാണിച്ചിട്ടുള്ള എല്ലാ ടിപ്സുകളും വളരെയേറെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. റബ്ബർ ബാൻഡ് വെച്ചിട്ടുള്ള അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത്, നമ്മൾ വീട്ടിൽ ഇതേപോലെ പയർ, ബീൻസൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മൾ ഉപ്പേരിക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമല്ലോ. അപ്പോൾ നമുക്ക് ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ കുറേയേറെ പയർ, ബീൻസൊക്കെ അരിയാനുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് നമ്മളിത് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറേയേറെ ബീൻസ് ആയാലും പയറായാലും പെട്ടെന്ന് നമുക്കിത് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ 2-3 ഇങ്ങനെ എണ്ണം പിടിച്ചിട്ട് കട്ട് ചെയ്തതിനേക്കാളും നല്ലത് ഇതേപോലെ റബ്ബർ ബാൻഡൊക്കെ ഇട്ടിട്ട് ഒരു 10-15 എണ്ണം ഇതേപോലെ എടുത്തിട്ട് കട്ട് ചെയ്ത് നോക്കൂ. നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ജോലി കഴിഞ്ഞ് കിട്ടാനായിട്ട് പറ്റും. പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്ത് കിട്ടാനായിട്ട് പറ്റും. പിന്നെ നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു റബ്ബർ ബാൻഡിൻ്റെ അറ്റം എത്തുന്ന സമയത്ത് നമുക്ക് ഈ ഒരു റബ്ബർ ബാൻഡ് ബാക്കോട്ട് ഇങ്ങനെ വലിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി അതുപോലെ തന്നെ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് സ്പീഡിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു അടപ്പ് എടുക്കുക കേട്ടോ. ഈ ഒരു അടപ്പിൻ്റെ ഭാഗത്ത് 2-3 റബ്ബർ ബാൻഡ് ഇതേപോലെ ഇങ്ങനെ തലങ്ങും വിലങ്ങും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളിങ്ങനെ പിടിച്ചിട്ട് കട്ട് ചെയ്യുമല്ലോ. അപ്പോൾ നമുക്ക് കത്തി കയ്യിൽ കൊള്ളും എന്നുള്ള ആ ഒരു പേടി ഇനിയിപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മളിങ്ങനെ പിടിച്ച് അരിയുന്ന സമയത്ത് ഈ ഒരു 3 വിരൽ നമുക്കിതിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു റബ്ബർ ബാൻഡിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇതേപോലെ ഈ ഒരു വിരലിങ്ങനെ കടത്തി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു അടപ്പ് ഇങ്ങനെ പിടിച്ചിട്ട് പെട്ടെന്ന് സ്പീഡിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. നമ്മുടെ കയ്യിൽ കത്തി കൊള്ളും എന്നുള്ള ആ ഒരു പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പെട്ടെന്ന് നമുക്ക് ഈ ഒരു ജോലി നമുക്ക് ചെയ്ത് തീർക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലും ഒന്ന് ചെയ്ത് നോക്കാം. നമ്മുടെ വീട്ടിൽ ഇതേപോലത്തെ അടപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അനായാസം നമുക്കിത് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. കൈക്ക് കത്തി കൊള്ളും എന്നുള്ള ആ ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ല രീതിയിൽ തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഇതുമൊന്ന് ചെയ്ത് നോക്കണേ. പിന്നെ ദാരിയസ് കിച്ചണിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ടിപ്സുകൾ തന്നെയാണ് കേട്ടത്. അപ്പോൾ എന്തായാലും ദാരിയസ് കിച്ചൺ എല്ലാം ഒന്ന് കണ്ടിട്ട് ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇനി നമുക്ക് റബ്ബർ ബാൻഡ് വെച്ചിട്ടുള്ള അടുത്ത ടിപ്പിലോട്ട് പോകാം. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത്, നമ്മൾ ഇതേപോലെ മിക്സിൻ്റെ ജാറൊക്കെ ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് ഈ ഒരു അടപ്പിനുള്ള ഇതിൻ്റെ വാഷർ ലൂസായി പോവും.
റബ്ബറല്ലേ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ലൂസായിട്ട് ഇങ്ങനെ നമ്മൾ അടയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ ലീക്ക് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു വാഷർ നല്ല ടൈറ്റായിട്ട് തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഈ ഒരു വാഷറിൻ്റെ ഭാഗത്ത് മുകളിൽ ഇതേപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കട്ടോ. ഇതേപോലെ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് നല്ല ടൈറ്റ് ആകുന്ന സമയത്ത് ഒരിക്കലും ആ ഒരു വാഷർ ലൂസായി വീണ് പോവില്ല കേട്ടോ. നല്ല രീതിയിൽ തന്നെ നല്ല ടൈറ്റായിട്ട് തന്നെ അവിടെ നിന്നോളൂ കേട്ടോ. അതേപോലെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് അപ്പോൾ നമുക്ക് താൽക്കാലികമായിട്ടൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടിപ്സാണ് കേട്ടത്. നമുക്ക് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും പൊടിക്കണം അല്ലെങ്കിൽ അരക്കണമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്നും ഇതിൻ്റെ ഈ ഒരു വാഷർ മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് താൽക്കാലികമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലും ഒന്ന് ചെയ്ത് നോക്കാൻ മറക്കല്ലേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു താക്കോലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ ഒറ്റച്ചാവിയൊക്കെ ഉണ്ടാവുമല്ലോ, കീ ചെയിനൊന്നും ഇല്ലാത്ത ഈ ഒരു ഒറ്റച്ചാവി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എവിടെയെങ്കിലും വെച്ച് നമ്മളത് മറന്നു പോവുമല്ലോ. കളഞ്ഞു പോയാലൊക്കെ ഒരുപാട് പ്രശ്നമാണ് അത് കണ്ടെടുക്കാനൊക്കെ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഇതേപോലെ ഒരു റബ്ബർ ബാൻഡ് ഈ ഒരു ഹോളിൽ കൂടെ ഇങ്ങനെ ഓട്ടിയിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. ഹോളിൽ കൂടി ഇങ്ങനെ കടത്തി വിട്ടതിന് ശേഷം ഇതേപോലെ ഒരു കെട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ആണിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹാങ്ങറിലൊക്കെ ഇങ്ങനെ കൊളത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ചാവി കണ്ടെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഒരിക്കലും ആ ഒരു ചാവി നഷ്ടപ്പെട്ടു പോകുന്നുള്ള ഒരു പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒറ്റച്ചാവിയൊക്കെ ആകുമ്പം ഇതേ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കാൻ മറക്കല്ലേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാൻ കുറച്ച് കാർഡ്സുകളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ആധാർ കാർഡ്, ATM കാർഡ്, പാൻ കാർഡ്, ഒരുപാട് കാർഡ്സുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഒരു കാർഡ്സുകളൊക്കെ ഇതേപോലെ ഒന്ന് അട്ടി വെച്ചിട്ട് നമുക്ക് ഇതേപോലെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ ഒരിക്കലും നമുക്ക് കാർഡ് തിരഞ്ഞ് നടക്കേണ്ട ഒരു ആവശ്യമില്ല. ഇതേ രീതിയിൽ നമ്മൾ എടുത്തു വെക്കുന്ന സമയത്ത് കാർഡ് നഷ്ടപ്പെട്ടു പോവും, അല്ലെങ്കിൽ കാർഡ് എവിടെയെങ്കിലുമായി പോവും, അങ്ങനെ ഒരു പേടിക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ നമ്മൾ അട്ടി വെച്ചിട്ട് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് നല്ല ടൈറ്റാക്കി കൊടുക്കട്ടോ. ഒരിക്കലും ഒരു കാർഡും നമുക്കിതിന്ന് മിസ്സായി പോകുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. ഇതേപോലെ വെച്ചിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഷെൽഫിൽ വെക്കുന്ന സമയത്ത് നമുക്ക് എല്ലാ കാർഡ്സും നഷ്ടപ്പെടാതെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലും ഒന്ന് ചെയ്ത് നോക്കുക. കാർഡ്സൊക്കെ തിരഞ്ഞിട്ട് സമയം വെറുതെ വേസ്റ്റാക്കി കളയണ്ട. ഇതേ രീതിയിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാർഡുകൾ ഇതേപോലെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി ഒരിക്കലും കാർഡ്സ് തിരഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതേപോലെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് കാർഡ്സ് ഒന്നും നഷ്ടപ്പെട്ടു പോവില്ല, നല്ല രീതിയിൽ സേഫായിട്ട് തന്നെ നിന്നോളൂ കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അടുത്ത ടിപ്പിന് ഞാനൊരു ചാർജറിൻ്റെ കേബിളാട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു കേബിൾ നമ്മൾ യാത്രയിലൊക്കെ ഹാൻഡ് ബാഗിലൊക്കെ ആക്കിയിട്ട് കേബിളൊക്കെ കൊണ്ടുപോകണം എന്നുള്ളവരാണെങ്കിൽ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കുറഞ്ഞ സ്പേസിൽ ഈ ഒരു കേബിൾ കൊണ്ടുപോകാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു സ്പേസ് ആണെങ്കിലും നല്ല ഒതുക്കത്തിൽ അവിടെ നിന്നോളൂ ഇതേപോലെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലും ഒന്ന് ചെയ്ത് നോക്കണേ. യാത്രയിലൊക്കെ കൊണ്ടുപോകാൻ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ. റബ്ബർ ബാൻഡ് വെച്ചിട്ട് ഇന്ന് ഒരുപാട് കുഞ്ഞു ടിപ്സുകൾ നിങ്ങൾക്ക് അറിയുന്നതും ഉണ്ടാവാം, ഇതിൽ അറിയാത്തതും ഉണ്ടാവാം. എന്നാലും അറിയാത്തവർക്കായിട്ടാട്ടോ അത് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോക്ക് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇതെല്ലാം യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. യൂസ്ഫുൾ ആവുകയാണെങ്കിൽ എന്നും പറയുന്നത് പോലെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു.